യു.എസ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ബഹ്റൈനിലെ യു.എസ് വ്യോമതാവളം ലക്ഷ്യമാക്കി ഇറാൻ സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണം. ദക്ഷിണ ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസ് ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. മേഖലയിലെ യു.എസ് സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ലോജിസ്റ്റിക് കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. താവളത്തിലെ വിമാന ഷെൽട്ടറുകൾ, പാർക്കിംഗ് മേഖലകൾ, യു.എസ് സൈന്യത്തിന്റെ ഇന്ധന സംഭരണ ടാങ്കുകൾ കൂടാതെ ചില പ്രധാന കണക്ടിംഗ് പാലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ചാനൽ വ്യക്തമാക്കി. ഇറാൻ ആക്രമണ ഭീഷണിയെ തുടർന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തുടനീളം മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കി. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. യു.എസിന്റെ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായാണ് ജോർദാനിലേക്ക് മിസൈൽ പതിച്ചത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനായി ജോർദാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ വഴിമധ്യേ തകർക്കുകയായിരുന്നു. മിസൈലുകൾ വെടിവെച്ചിട്ടതിനെ തുടർന്ന് രാജ്യത്ത് ആളപായമോ ഭൗതിക നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജോർദാൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. റോയൽ എനർജിംഗ് കോർപ്സ് വിഭാഗത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് സ്ഥലങ്ങളിലെത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിന് തെക്ക് മൈൻ സ്ഥാപിച്ച മേഖലയ്ക്ക് പ്രവേശിച്ച 2 എണ്ണക്കപ്പലുകൾ സ്ഫോടനത്തോടെ കത്തി അമർന്നതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ജലപാത അതീവ അപകടകരമാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ നേവി ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി അടച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തെറ്റായ വിവരങ്ങളിൽ വഞ്ചിതരായാണ് കപ്പലുകൾ മൈൻ ഫീൽഡിലേക്ക് പ്രവേശിച്ചതെന്നാണ് IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇറാൻ നാവികസേന നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് കപ്പലുകൾ മുന്നോട്ട് പോയതെന്നും ഇതേ തുടർന്ന് വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായും ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ യു.എസ് സൈനിക ഇടപെടലുകൾ അവസാനിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടണമെന്നാണ് ഇറാന്റെ നിലപാട്. ഈ മേഖലയിൽ നിന്ന് രാസവളങ്ങളോ ഒരൊറ്റ തുള്ളി എണ്ണയോ വാതകമോ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നും IRGC പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തി മറ്റു കപ്പലുകൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം കപ്പലുകൾ തകരുന്നതായുള്ള ഇറാന്റെ വാദം സ്വതന്ത്ര സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികളോ കപ്പലുകൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളോ അപകടത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തുകയും ചെയ്തില്ലായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.